15 waves part 1. എന്താണ് wave motion? Propagation of disturbance from one point to another without any translatory motion of particle. ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ, ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധത. അതായത് ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഒരു സ്റ്റില്ലായിട്ടുള്ള വാട്ടറിൽ നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ഒരു വേവ് ഉണ്ടാവും. ആ വേവ് ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വിത്തൗട്ട് എനി ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന് എന്തില്ല, ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല, അത് വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഡിസ്റ്റർബൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വേവ് മോഷൻ എന്ന് പറയും. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് വേവ് മോഷൻ ഏതൊക്കെയാണ്? ഇലാസ്റ്റിസിറ്റി, ഇനേർഷ്യ ആൻഡ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. മൂന്നാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ വേവ് മോഷൻ. ഇലാസ്റ്റിസിറ്റി, ഇനേർഷ്യ ആൻഡ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ടു ടൈപ്സ് ഓഫ് വേവ് മോഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്, മറ്റേത് ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്? പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് വേവ്. ഇവിടെ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് വേവ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ വേവ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, ഈ ലൈനിലാണ് എന്ത് ചെയ്യുന്നത്, വേവ് മൂവ് ചെയ്യുന്നത്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ലൈനിൽ, ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഓക്കെ, ഇത് ഈ ഉയർന്ന ഭാഗങ്ങൾ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റിന്റെ അപ്വേർഡ് ഡയറക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്. അതുപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ട്രഫ്. അതുപോലെ തന്നെ മീൻ പൊസിഷനിൽ നിന്ന് ഉള്ള മാക്സിമം ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി രണ്ട് ക്രസ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ട്രഫ്, അതാണ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള അകലം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വേവ് ലെങ്ത് ലാംഡനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ്. ഇവിടെ പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? വേവിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇതിൽ പ്രഷർ കൂടിയ റീജിയൻ അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ കുറഞ്ഞ റീജിയൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയറിഫാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തടുത്ത രണ്ട് റെയറിഫാക്ഷൻ തമ്മിൽ, അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ദൂരം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വേവ് ലെങ്ത് ലാംഡേനെ റെപ്രസെന്റ് ചെയ്യുന്നു. റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. നമുക്ക് ആ റിലേഷൻ നമുക്ക് അറിയുന്നതാണ്, v is equal to ന്യൂ ലാംഡ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂ is equal to v by ലാംഡ, അല്ലെങ്കിൽ ലാംഡ is equal to v by ന്യൂ നമുക്ക് കൊടുക്കാം. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്, v is equal to root of t by m. ഇതിൽ t ടെൻഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. m എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റി. ലീനിയർ ഡെൻസിറ്റി ആണ് മാസ് ബൈ ലെങ്ത്. പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട് ഫോർമുല വെച്ചിട്ട്. ടിയും എമ്മും തന്നിട്ട് വി കാണാൻ വേണ്ടിയിട്ട്. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, ജനറൽ ഫോർമുല ആണ്, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ബൈ റോ. ഇ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, റോ ഡെൻസിറ്റി. ഇനി സോളിഡ് ആണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കാം. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ ബൈ റോ. വൈ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആണ്. ലിക്വിഡ് ആണെങ്കിൽ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. ബി എന്ന് പറയുന്നത് ഏതാണ്? ബൾക്ക് മോഡുലസ് ആണ്. ഇനി ഗ്യാസ് ആണെങ്കിൽ എന്തായിരിക്കും? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ. ഇതിൽ പി എന്ന് പറയുന്നത് പ്രഷർ ആണ്. ഈ ഇക്വേഷന് ലാപ്ലാസ് എന്ന സയന്റിസ്റ്റ് ഒരു കറക്ഷൻ കൊടുത്തു, അതാണ് ലാപ്ലാസസ് കറക്ഷൻ. അത് വി ഈസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ ആണ്. ഇതിൽ ഗാമ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ആണ്, സി പി ബൈ സി വി. സി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, സി വി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ്, എഫക്ട് ഓഫ് പ്രഷർ നമുക്ക് നോക്കാം. ഈ ഫോർമുല അറിയാം, വി ഈസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ. ഇതിൽ പി ബൈ റോ ഇസ് എ കോൺസ്റ്റന്റ്, അതുകൊണ്ട് പ്രഷർ ഹാസ് നോ എഫക്ട് നമുക്ക് പറയാം. ഇനി എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, വി ഈസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ. ഇതിൽ റോ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. അപ്പൊ നമ്മൾ റോയ്ക്ക് പകരം മാസ് ബൈ വോളിയം കൊടുക്കുന്നു, എം ബൈ വി കൊടുക്കുന്നു. വി നേരെ മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി വി ബൈ എം. പി വി എന്ന് പറഞ്ഞാൽ ആർ ടിക്ക് ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു ആർ ടി ബൈ എം.
ഇവിടെ ഗാമയും ആറും എമ്മും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. അപ്പൊ ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ. അടുത്തത് എഫക്ട് ഓഫ് ഹ്യൂമിഡിറ്റി. V is equal to gamma P by rho. നമുക്ക് ഫോർമുല അറിയാം. ഇതിൽ റോ ഡിക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി കൂടും. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പത്തിന്റെ അളവാണ്. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ റോ ഡിക്രീസ് ചെയ്യും. റോ ഡിക്രീസ് പറഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയുന്ന പറഞ്ഞാൽ വെലോസിറ്റിയുടെ വാല്യൂ കൂടും. അപ്പൊ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വെലോസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ഹ്യൂമിഡിറ്റി. ഇനി എന്താണ് നോൺ ഡിസ്പെർസീവ് മീഡിയം നോക്കാം. If all wave propagate with the same speed, then the medium is non-dispersive. അപ്പോൾ ഒരു നോൺ ഡിസ്പെർസീവ് മീഡിയത്തിൽ എല്ലാ വേവും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെയിം സ്പീഡിലായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സെയിം സ്പീഡിലാണ് എല്ലാ വേവ്സും മൂവ് ചെയ്യുന്നത്. അത്തരം മീഡിയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ ഡിസ്പെർസീവ് മീഡിയം. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്? When two waves are superposed, resultant displacement is equal to vector sum of individual displacements. രണ്ട് വേവുകൾ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ, സൂപ്പർപോസ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യാന്ന് അർത്ഥം. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻഡിവിജ്വൽ വേവുകളുടെ ഡിസ്പ്ലേസ്മെന്റുകളുടെ എന്ത് സമ്മിന് ഈക്വൽ ആയിരിക്കും? വെക്ടർ സമ്മിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് വേവുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓരോ വേവുകളുടെയും ഡിസ്പ്ലേസ്മെന്റുകളുടെ വെക്ടർ സം ആയിരിക്കും. വെക്ടർ സം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി സ്റ്റാൻഡിങ് വേവ് ഓർ സ്റ്റേഷനറി വേവ്. When two waves of same amplitude and frequency traveling in opposite directions superpose, resulting wave is called standing wave. അപ്പോൾ രണ്ട് വേവുകൾ അതിന്റെ എന്തൊക്കെ സെയിം ആയിരിക്കണം? ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. അതെങ്ങനത്തെ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ ഉണ്ടാവുന്ന റിസൾട്ടിങ് വേവിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് സ്റ്റാൻഡിങ് വേവ്. സ്റ്റാൻഡിങ് വേവിന്റെ കണ്ടീഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ എന്തൊക്കെ സെയിം ആയിരിക്കണം? ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. അപ്പൊ ഉണ്ടാവുന്ന റിസൾട്ടന്റ് വേവിനെയാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി വായിക്കാതെ, when two waves of same amplitude and frequency traveling in opposite directions superpose, resulting wave is called standing wave. ഇനി എന്താണ് nodes and antinodes നോക്കാം. When standing waves are produced, the points which do not vibrate are called nodes, and the points which vibrate with maximum amplitude are called antinodes. സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവുന്ന സമയത്ത് ചില പോയിന്റുകൾ വൈബ്രേറ്റ് ചെയ്യാത്ത പോയിന്റുകൾ ഉണ്ടാവും. അതിനെ നോഡ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആർ കോൾഡ് ആന്റി നോഡ്സ്. അപ്പൊ ഇവിടെ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നോഡുകളാണ്. വൈബ്രേറ്റ് ചെയ്യാത്ത പോയിന്റ് ആണ് ഈ പോയിന്റ്. അതുപോലെ തന്നെ ഈ പോയിന്റുകളെല്ലാം എന്ത് ചെയ്യാണ്? വൈബ്രേറ്റ് ചെയ്യാത്ത പോയിന്റുകളാണ്. ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡുകൾ. അതുപോലെ തന്നെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ് ആന്റി നോഡുകൾ. അതാണ് എ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. അപ്പൊ ഈ പോയിന്റുകളെ നമ്മൾ ആന്റി നോഡ്സ് എന്ന് പറയുന്നുണ്ട്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു നോഡ്സ് ഓർ ആന്റി നോഡ്സ്. രണ്ട് നോഡുകൾ അല്ലെങ്കിൽ രണ്ട് ആന്റി നോഡുകൾ തമ്മിലുള്ള അകലം λ/2 ആണ്. ലാംഡ വേവ് ലെങ്ത് ആണെന്നറിയാം. അതുപോലെ തന്നെ രണ്ട് നോഡുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ആന്റി നോഡുകൾക്കിടയിലുള്ള അകലം λ/4 ആണ്. ഇവിടെ എ ആന്റി നോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എൻ നോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ രണ്ട് ആന്റി നോഡുകൾക്ക് ഇടയിലുള്ളത് അല്ലെങ്കിൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള അകലം എത്രയാണ് വരുന്നത്? λ/2 ആണ്. അതുപോലെ തന്നെ രണ്ട് നോഡുകൾക്കിടയിൽ ഒരു നോഡിനും ഒരു ആന്റി നോഡിനും ഇടയിലുള്ള അകലം അല്ലെങ്കിൽ ഒരു ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് ഏതാണ്? λ/4 ആണ്.